ഓക്കെ, ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഗ്ലോബൽ ഗ്രേസ്. അപ്പോൾ ഇന്നത്തെ സൺഡേ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ ഒരുങ്ങിയിറങ്ങുന്നത് എങ്ങോട്ടാണെന്നല്ലേ? അതെ, കോഫി ബീനിലേക്കാണ്. നമുക്ക് മലയാളികൾക്ക് ലോകത്തിൻ്റെ എവിടെ ചെന്നാലും ചായ എന്നും ഒരു വികാരമാണ്. എത്ര പേരുടെ വിശേഷങ്ങളും കഥകളും അല്ലേ നമ്മൾ ഓരോ ചായ കുടിച്ചിനും പറഞ്ഞു തീർക്കുന്നേ. എന്തുമാത്രം ഗോസിപ്സാ. ഞങ്ങൾ അങ്ങനെ ഗോസിപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങളുടെ കോഫി ബീനിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് മേടിച്ചായിരുന്നു. പക്ഷെ ഇപ്പം അതിൻ്റെ കോലം ഇങ്ങനെയാണ്. നമുക്ക് പൂക്കൾ എപ്പോഴും നല്ല ഫ്രഷ് വൈബ് തരും. പക്ഷേ വാടിക്കൊഴിഞ്ഞ പൂക്കൾ എപ്പോഴും ഒരു കൈൻഡ് ഓഫ് നെഗറ്റീവ് വൈബ് തരാറില്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് പൂക്കൾ മേടിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് മേടിച്ചിട്ട് വന്നു. ഇവിടെ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇവിടെ ജൈൻറ്റിൽ നിന്നാണ് ഞാൻ മേടിക്കാറ്. പക്ഷേ എപ്പോഴും ഫ്രഷ് ഫ്ലവേഴ്സ് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ, ഒരു ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഫ്ലവേഴ്സ്. ഞാനതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്? ഒരു പോസിറ്റീവ് വൈബ് തോന്നില്ല ഇപ്പം. ഇനി നമുക്ക് കുറച്ച് പോസിറ്റീവ് വൈബും കൂടി കൂട്ടാൻ ഒരു ക്യാൻഡിലും കൂടെ കത്തിച്ച് വെച്ചേക്കാം. ശരിയല്ലല്ലോ. ഇത് ഞാൻ ബാത്താമ്പോടിയിൽ നിന്ന് മേടിച്ച ക്യാൻഡിലാണ്. വെനിലയുടെ സ്മെല്ല് ഭയങ്കര ഫ്രഷ്നെസ് ആണ്. റൂമിൽ ഫുള്ള് ഒരു സോ ഗുഡ് ഫീൽ കിട്ടും. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് പുറത്ത് മഴ കൂടിയാണ്. അങ്ങനെ കാത്ത് കിട്ടിയ ഒരു സൺഡേയുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ്. വളരെ ഷോർട്ട് ഡേ ആയിരുന്നു, കാരണം 11 മണിക്കാണ് എനിറ്റത്. ഇനിയൊന്ന് പള്ളിയിൽ പോകണം, അത് കഴിഞ്ഞൊന്ന് ജിമ്മിലും പോകണം. അതോടുകൂടി ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഒരു ബ്ലെസ്സഡ് വീക്കെൻഡ് നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. വിത്ത് ലവ്, സാൻവിയ.